ചാർട്ടിംഗ് എന്ന് പറയുമ്പം ചാർട്ടിംഗ് ആരാണ് ചെയ്യുന്നത്? ചാർട്ടിംഗ് ചെയ്യുന്നത് ഡയറക്ടേഴ്സ് അല്ല നോർമലി. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സീൻ ഓർഡറിലല്ല നമ്മൾ പടം ഷൂട്ട് ചെയ്യുന്നത്. ഈ ചാർട്ടിംഗ് സമയത്ത് മൈ റെക്കമെൻഡേഷൻ ഇസ് ദാറ്റ് യു ട്രൈ ടു ടേക്ക് അറ്റ്ലീസ്റ്റ് 3 സീൻസ്. അതായത് എക്സ്റ്റീരിയർ ഷോട്ട് എടുക്കുമ്പം, പ്രത്യേകിച്ചും മഴക്കാലമാണ്, ജൂൺ ജൂലൈ മാസമാണെങ്കിൽ ഡെഫിനറ്റ്ലി യു നീഡ് ടു ഹാവ് എ ബാക്കപ്പ് പ്ലാൻ. ഈ ചാർട്ട് ചെയ്യുമ്പം മന്ത്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈ? ബിക്കോസ് അസോസിയേഷൻ മസ്റ്റായിട്ട് അവധി കൊടുക്കണം എന്ന് പറയുന്ന യൂഷ്വൽ പബ്ലിക് ഹോളിഡേയ്സ് ഉണ്ട്. സോ ചാർട്ട് ചെയ്യുമ്പം എപ്പം തുടങ്ങുന്നു എപ്പം തീരടിയാവും. ഒരു ചാർട്ടിങ്ങിന് അനുസരിച്ചാണ് നമ്മുടെ ബഡ്ജറ്റ് ശരിക്കും നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നത്. 1 rupees saved in production is equals to 4 rupees you want to make in theatre. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ്. ആസ് യൂഷ്വൽ, താങ്ക് യു വെരി മച്ച് ഫോർ ദ സബ്സ്ക്രിപ്ഷൻസ് ആൻഡ് ദി കമൻറ്റ്സ്, ഇമെയിൽസ്. ഒരുപാട് ഇമെയിൽസ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. റെലവൻ്റ് ആണ്. പല ആൾക്കാരും അവരുടെ അനുഭവങ്ങൾ നമുക്ക് എഴുതി അറിയിച്ചിട്ടുണ്ട്. ഇറ്റ്സ് ആക്ച്വലി സർപ്രൈസിങ്. പല അനുഭവങ്ങളും നമുക്ക് അറിയാവുന്നതാണ്. ഐ നോ ഇറ്റ്സ് വാട്ട് എവർ ഹാപ്പൻ. വാട്ടർ ഫ്ലോഡ് അണ്ടർ ദി ബ്രിഡ്ജ്. യു കനോട്ട് സ്റ്റോപ്പ് ഇറ്റ്. യു ക്യാൻ ഓൺലി തിങ്ക് വാട്ട് can you change for the future. ഇത് മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എനിക്ക് പറയാനുള്ളൂ. എനിവേ, ലുക്കിംഗ് ബാക്ക്, നമ്മൾ റീക്യാപ്പ് ചെയ്തു. സ്റ്റോറി, സ്ക്രിപ്റ്റ്, ഡയറക്ഷൻ, രജിസ്ട്രേഷൻ ഓഫ് കമ്പനീസ്, മറ്റേ പ്രൊഡ്യൂസർ അസോസിയേഷൻ രജിസ്ട്രേഷൻ, ബാങ്ക് അക്കൗണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ, ടൈറ്റിൽസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇതൊക്കെ നമ്മൾ കവർ ചെയ്തു. നൗ നിങ്ങൾ എപ്പിസോഡ്സ് കണ്ടിട്ടില്ലെങ്കിൽ ദയവായി പോയി കാണുക. It is a good, it's a reference. I'm not saying this is a hard and fast rule. I'm saying this is a reference. This is my experience. ആ എക്സ്പീരിയൻസ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നു. നെക്സ്റ്റ് തിങ് ഈസ് ചാർട്ടിംഗ്. നൗ ചാർട്ടിംഗ് എന്ന് പറയുമ്പം ചാർട്ടിംഗ് ആരാണ് ചെയ്യുന്നത്? ചാർട്ടിംഗ് ചെയ്യുന്നത് ഡയറക്ടേഴ്സ് അല്ല നോർമലി ദ ചാർട്ടിംഗ് ഇസ് ഡൺ ബൈ ദി അസോസിയേറ്റ് ഡയറക്ടർ. ഈ അസോസിയേറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പടത്തിൽ ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള സാധനമാണ്. അസോസിയേറ്റ് ഡയറക്ടറിനെ ചൂസ് ചെയ്യുമ്പം you have to be extremely careful, especially if the director is a debut guy. Associate director-ന് ഡെഫിനറ്റ് ആയിട്ട് എക്സ്പീരിയൻസ് വേണം. അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്ത്, അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത് വന്ന ഒരാളായിരിക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അസോസിയേറ്റ് ഡയറക്ടറിന് എന്തുകൊണ്ട് അങ്ങ് ഡയറക്റ്റ് ചെയ്തുകൂടാണ്? ബിക്കോസ് ദേ ഡോണ്ട് വാണ്ട് ടു ടേക്ക് ദ റിസ്ക്. അതിനകത്ത് പല കാരണങ്ങളുണ്ട്. ഒരു അസോസിയേറ്റ് ഡയറക്ടറായി മാറിക്കഴിഞ്ഞാൽ ചിലപ്പം ദേ കനോട്ട് സ്റ്റെപ്പ് ബാക്ക് ഇൻ ടു ദ പൊസിഷൻ. അതായത് വൺസ് ഡയറക്ടറായി കഴിഞ്ഞാൽ മേ ബി ബിക്കോസ് ഓഫ് ഈഗോ, മേ ബി പീപ്പിൾ ഡോണ്ട് കോൾ ദം, അവർക്ക് തിരിച്ച് സ്റ്റെപ്പ് ബാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ബിക്കമിങ് എ ഡയറക്ടർ ഈസ് എക്സ്ട്രീംലി റിസ്കി. എന്തുകൊണ്ട് റിസ്ക് എന്ന് ഞാൻ പറയാം. ഫെഫ്ക യൂണിയനിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു 400 ഡയറക്ടേഴ്സ് രജിസ്റ്റേർഡ് ആണ്, ഡയറക്ടേഴ്സ്. ആൻഡ് ദീസ് ഡയറക്ടേഴ്സ് 400 മൂവീസ് ഇറങ്ങുന്നില്ല. സോ ദീസ് ഡയറക്ടേഴ്സ് ഡോണ്ട് ഡു എ മൂവി, എസ്പെഷ്യലി ഇഫ് ദ ഡയറക്ടേഴ്സ് മൂവി ഫ്ലോപ്സ് ബൈ എനി ചാൻസ്. ഡെബ്യൂ മൂവി ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ ആവറേജ് വെയിറ്റിംഗ് ടൈം ഫോർ ദ നെക്സ്റ്റ് മൂവി ഈസ് 4 years. എനിക്കറിയാവുന്ന ഒരുപാട് ഡയറക്ടേഴ്സ് 4 വർഷമായി പടമെടുത്തിട്ട്, ബിക്കോസ് ദേ ആർ നോട്ട് ഗെറ്റിംഗ് എ പ്രൊഡ്യൂസർ. വൺസ് ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ യു ആർ നോൺ ബൈ ഇറ്റ്. എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ കഥ പറഞ്ഞു. അതാണ് പുള്ളി ആസ് എ അസോസിയേറ്റ് ഡയറക്ടർ, ഇന്നാർ അസോസിയേറ്റ് ആണെന്ന് വന്നിട്ട് വിളിച്ചിട്ട് ഒന്ന് കഥ പറഞ്ഞു. ഐ എം ടോക്കിംഗ് ലാസ്റ്റ് ഇയർ. ഒന്ന് കഥ പറഞ്ഞു. കഥ പോരായിരുന്നു. അപ്പം ഞാൻ പുള്ളിക്കാരനോട് ചോദിച്ചു, നിങ്ങളുടെ പേര് ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അപ്പം പറഞ്ഞു, ഇല്ല, ഞാൻ ഇന്നാറുടെ കൂടെ ഞാൻ 3 പടം ചെയ്തിട്ടുണ്ട്, ഞാൻ ഇന്നാർ അസിസ്റ്റൻ്റ് ആയിരുന്നു, പിന്നെ അസോസിയേറ്റ് ആയി എന്നൊക്കെ കഥ പറഞ്ഞു. അതിനുശേഷം ഞാൻ വീണ്ടും ചോദിച്ചു, അല്ല പോയി അതങ്ങനല്ലല്ലോ, ഞാൻ അതല്ലാതെ വേറെ ഒരു പടത്തിൽ നിങ്ങളുടെ പേര് കണ്ടല്ലോ എന്ന രീതിയിൽ പറഞ്ഞു. ബിക്കോസ് ഐ ഹാവ് സീൻ ഹിസ് നെയിം. അപ്പം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ ഞാനൊരു പടം ചെയ്തിട്ടുണ്ട്, ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ പടം ഫ്ലോപ്പ് ആയിപ്പോയിരുന്നു. അപ്പം ഇമാജിൻ, ഒരു സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പടം ചെയ്ത ഒരു ഡയറക്ടർ പ്രൊഡക്ഷൻ ഹൗസിൽ വിളിച്ചു കഴിയുമ്പം ഏത് പടം ചെയ്തു എന്ന് ചോദിക്കുമ്പം ഇന്ന പടം ചെയ്തു. ആ പടം അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു, ഔട്ട്സ്റ്റാൻഡിങ് ഫ്ലോപ്പ് എന്ന് പറയാം. അത് ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് സെക്കൻഡ് ഷോ പടം കളിച്ചിട്ടില്ല. അപ്പം അങ്ങനൊരു പടത്തിൻ്റെ പേര് പറയാൻ
പുള്ളിക്കാരന് മടിയാണ്. ആ മടിയുള്ള കാരണം വെച്ചാൽ ആ പ്രൊഡ്യൂസേഴ്സ് കഥ കേൾക്കില്ല. സോ ഹീസ് വെൻ ബാക്ക് ആൻഡ് ഹീ സ്റ്റാർട്ടഡ് യൂസിങ് ഹിസ് മാസ്റ്റേഴ്സ് നെയിം. അതായത് പഴയ ഡയറക്ടർ, അസോസിയേറ്റ് ചെയ്ത ഡയറക്ടറിന്റെ പേര്, ആ അസോസിയേറ്റ് ചെയ്ത് ഡയറക്ടറിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് തന്നെ 3-4 വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷെ അത് യൂസ് ചെയ്തിട്ടാണ് വീണ്ടും പ്രൊഡക്ഷൻ ഹൗസസിനടുത്ത് കഥ പിച്ച് ചെയ്യുന്നത്. സോ ദിസ് ടൈപ്പ് ഓഫ് തിങ്സ് ഹാപ്പൻ. സോ അസോസിയേറ്റ് ഡയറക്ടർ, എല്ലാവർക്കും അസോസിയേറ്റ് ഡയറക്ടർ ആവണമെന്ന് താല്പര്യമില്ല. മലയാളം ഇൻഡസ്ട്രിയിൽ 15-18 വർഷമായിട്ട് അസോസിയേറ്റ് ഡയറക്ടർ ചെയ്യുന്ന അസോസിയേറ്റ്സിനെ എനിക്കറിയാം. ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദ മൂവി. ഒരു വർഷം അവർ 10 മൂവിക്ക് അസോസിയേറ്റ് ചെയ്യും. ദേ ആർ ഹാപ്പി വിത്ത് ദെയർ ലൈഫ്. അവർക്ക് കിട്ടുന്ന പൈസയും കൊണ്ട് അവർക്ക് ഹാപ്പിയാണ്. ആൻഡ് ദേ ഡോണ്ട് വോണ്ട് ടു ടേക്ക് ദ റിസ്ക്. ഇറ്റ്സ് ദെയർ കോൾ. സോ അസോസിയേറ്റ് ഡയറക്ടറിനെ വെക്കുമ്പം, എസ്പെഷ്യലി ഡെബ്യൂ ഡയറക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ, യു ഹാവ് ടു ബി എക്സ്ട്രാ കോഷ്യസ് ഇൻ അപ്പോയിന്റിങ് ദ അസോസിയേറ്റ് ഡയറക്ടർ. അസോസിയേറ്റഡ് ഡയറക്ടറിന് ഒരിക്കലും വരാൻ പാടില്ലാത്ത ഒരു ക്യാരക്ടർ ട്രേറ്റ് ഉണ്ട്, ഈഗോ. അസോസിയേറ്റ് ഡയറക്ടറിന് ഈഗോ അടിച്ചു. ഈ ഡയറക്ടർ പയ്യനാ, ഇവനെന്തറിയാം, ഞാൻ 15 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുള്ളതാ എന്നങ്ങനെ ഈഗോ അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ പടം അതോടുകൂടി വീണു. സോ ഈഗോ അടിക്കാൻ പാടില്ല. അത് പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിന് ത്രൂ നിങ്ങൾ ഈ അസോസിയേറ്റ് വർക്ക് ചെയ്ത സെറ്റ് ത്രൂ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, എങ്ങനെയായിരുന്നു അസോസിയേറ്റ് മാനേജ് ചെയ്യുന്നത്. അസോസിയേറ്റ് ഉഴപ്പിയാലും പ്രശ്നമാണ്. ബിക്കോസ് അസോസിയേറ്റ് ആണ് ചാർട്ട് ചെയ്യുന്നത്. ഈ ചാർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചാർട്ടിങ്? സ്ക്രിപ്റ്റ് എടുക്കുന്നു, ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് എടുക്കുന്നു, ലൊക്കേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഉദാഹരണം പറഞ്ഞാൽ ഒരു 5 ലൊക്കേഷൻ ഉണ്ട്. അതായത് ഒരു വീടുണ്ട്, ഒരു ഹോസ്പിറ്റലുണ്ട്, ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ഇങ്ങനെ ഉണ്ട്. അപ്പം ഇവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൂപ്പർ മാർക്കറ്റിൽ എത്ര സീൻസ് ഉണ്ട്? 5 സീൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സീൻ ഓർഡറിലല്ല നമ്മൾ പടം ഷൂട്ട് ചെയ്യുന്നത്. അതായത് 1, 2, 3, 4 അങ്ങനല്ല നമ്മൾ പടം ചെയ്യുന്നത്. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ചിലപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്ന സീന് 2, 5, 7, 9, 10 ഇങ്ങനെ ആയിരിക്കും സീൻ പോകുന്നത്. അത് നമ്മൾ ഒരുമിച്ചിട്ട് ഷൂട്ട് ചെയ്യും. സോ ദാറ്റ് മീൻസ് വി സേവ് ടൈം. മുമ്പുള്ള പടത്തിൽ, ഒരു കുറച്ച് വർഷം മുമ്പുള്ള പടത്തിൽ ഡയറക്ടർ ഈ സീൻ ഓർഡറിൽ ഷൂട്ട് ചെയ്ത ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട്. ഐ പേഴ്സണലി ഡോണ്ട് നോ അബൌട്ട് ഇറ്റ്. ഓവർ ബഡ്ജറ്റ് കയറി പടം വെന്റ് ഇൻ ടു ഫ്ലോപ്പ് മൂഡ്. സോ ദാറ്റ് ക്യാൻ ഹാപ്പൻ. സോ വാട്ട് ഐ എം ട്രൈങ് ടു ടെൽ ഈസ് ദാറ്റ് സീൻസ്, സൂപ്പർ മാർക്കറ്റിൽ ഒരു 5 സീന് 10 സീന് വെച്ചിട്ട് അവർ ചാർട്ട് ചെയ്യും. ഈ ചാർട്ട് ചെയ്യുമ്പം ഏതൊക്കെ ആർട്ടിസ്റ്റാണ് ആ ദിവസം വേണ്ടത്, ഈ ചാർട്ടിങ് നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഡേ ടൈം വേണം, ഡേ ടൈമിൽ നമുക്ക് എത്ര സീന്. ഈ ചാർട്ടിങ് സമയത്ത് മൈ റെക്കമെൻഡേഷൻ ഇസ് ദാറ്റ് യു ട്രൈ ടു ടേക്ക് അറ്റ്ലീസ്റ്റ് 3 സീൻസ്. 3 സീൻ ആയിരിക്കണം നിങ്ങളുടെ ടാർഗറ്റ്. പിന്നെ 1, 2 A and B. അതായത് എക്സ്റ്റീരിയർ ഷോട്ട് എടുക്കുമ്പം, പ്രത്യേകിച്ചും മഴക്കാലമാണ്, ജൂൺ ജൂലൈ മാസമാണെങ്കിൽ, ഡെഫിനറ്റ്ലി യു നീഡ് ടു ഹാവ് എ ബാക്കപ്പ് പ്ലാൻ B എന്ന് പറയും. ഈ പ്ലാൻ B എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, A സൈഡിലത്തെ മഴ പെയ്യുവാണെങ്കിൽ നിങ്ങൾ ബിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആൻഡ് ദാറ്റ് ഷുഡ് ബി എ ഷോർട്ടർ ഷിഫ്റ്റ്. അതായത് ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ, ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ചെയ്യാൻ പറ്റുന്ന സ്ഥലമായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ടൈം പോകും. പിന്നെ ദർ ആർ സർട്ടൻ മന്ത്സ്, ഈ ചാർട്ട് ചെയ്യുമ്പം മന്ത്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈ? ബിക്കോസ് ഡിസംബർ എൻഡിൽ സാധാരണ മലയാളം ഇൻഡസ്ട്രിയിൽ ആരും പടം തുടങ്ങാറില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ബാറ്റ സിസ്റ്റം റൺസ് ഇൻ എ ഡിഫറൻറ്റ് സൈക്കിൾ. അതായത് അവധി ദിവസം ഡിസംബർ 25-ാം തീയതി നിങ്ങളൊരു പടം ഷൂട്ട് ചെയ്യുവാണെങ്കിൽ യു ആർ എക്സ്പെക്റ്റഡ് ടു പേ ഡബിൾ ബാറ്റ. അങ്ങനെ നിങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ജനുവരി 1-ാം തീയതി ഷൂട്ട് ചെയ്തു, വിച്ച് ഇസ് അഗെയിൻ ഡബിൾ ബാറ്റ. ഓണത്തിന് നിങ്ങൾ 10 ദിവസം നിങ്ങൾ പടം ഷൂട്ട് ചെയ്തു, തിരുവോണത്തിനൊന്ന് ഷൂട്ട് ചെയ്തു. അങ്ങനെയുള്ള മേജർ, അതായത് അസോസിയേഷൻ മസ്റ്റായിട്ട് അവധി കൊടുക്കണം എന്ന് പറയുന്ന യൂഷ്വൽ പബ്ലിക് ഹോളിഡേയ്സ് ഉണ്ട്. ഈ പബ്ലിക് ഹോളിഡേയ്സ് ഒക്കെ ഷൂട്ട് ചെയ്താൽ ഡബിൾ ആവും. സോ ചാർട്ട് ചെയ്യുമ്പം എപ്പം തുടങ്ങുന്നു എപ്പം തീരുന്നു. ഒരു ആവറേജ് ഔട്ട് മൂവിക്ക് വലിയ ലൊക്കേഷൻ ഷിഫ്റ്റും ബഹളമൊന്നും ഇല്ല. ഒരു 4 പാട്ടുണ്ട്. ഒരു മൂവിക്ക് 30-35 ഡേയ്സ് തന്നെ മാക്സിമം ആണ്. അത് ആർട്ടിസ്റ്റിൻ്റെ കഴിവ്, നിങ്ങൾ അപ്പോയിൻറ്റ് ചെയ്യുന്ന DOPയുടെ കഴിവ്, ഇതൊക്കെ ഉണ്ട്. ഡയറക്ടറിൻ്റെ കഴിവ്, ചാർട്ടിങ്ങിൻ്റെ സ്പീഡ്, വെതർ കണ്ടീഷൻസ്, ഇതെല്ലാം ഇതിനകത്ത് ഭാഗമാണ്. ബട്ട് ചാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അസോസിയേറ്റ് ഡയറക്ടർ ചാർട്ട് ചെയ്യും. അതായത് ഇന്ന നടൻ വേണം, ഇന്ന നടൻ ഇന്ന സീനിൽ വേണം, ഇങ്ങനെ ചാർട്ട് ചെയ്തെടുക്കും. ചാർട്ട് ചെയ്തെടുക്കുമ്പോൾ പ്ലാൻ A റെഡിയാവും, പ്ലാൻ B റെഡിയാവും. ഈ ചാർട്ടിങ്ങിന് അനുസരിച്ചാണ് നമ്മുടെ ബഡ്ജറ്റ് ശരിക്കും നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നത്. ദർ ഈസ് എ ബഡ്ജറ്റ് ടു ഇറ്റ്. എല്ലാ പടത്തിനും ഒരു ബഡ്ജറ്റ് ഉണ്ട്. ഓപ്പൺ ബഡ്ജറ്റിലൊന്നും ഇവിടെ പടം അങ്ങനെ പിടിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. മേ ബി നോർത്ത് ഇന്ത്യ ഓർ മേ ബി നമ്മുടെ പഴയ KT കുഞ്ഞുമോനൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഓപ്പൺ ബഡ്ജറ്റിൽ പടം പിടിക്കുമെന്ന്.
but I've never experienced anybody doing it. Everything, as a company, everything should have a budget. Pre-production budget ഉണ്ട്, production budget ഉണ്ട്, post production budget ഉണ്ട്, marketing budget, everything has a budget. അപ്പോൾ ചാർട്ടിങ് ചെയ്യുന്ന ആ ചാർട്ട് ചെയ്ത് വരുമ്പം നമുക്ക് അവിടെയാണ് സേവിങ്സ് വരുന്നത്. ഈ സേവിങ്സ് എന്താണെന്ന് വെച്ചാൽ ഒരു ലൊക്കേഷൻ നമ്മൾ റെൻറ്റ് കൊടുക്കുന്നു, ഒരു വീടിന് നമ്മൾ റെൻറ്റ് കൊടുക്കുമ്പം നമുക്ക് ആ വീട് 30 ദിവസം വേണ്ട, 15 ദിവസം മതി. അപ്പം ദാറ്റ്സ് എ കോസ്റ്റ് സേവിങ്. ആ 15 ദിവസത്തേക്ക് റെൻറ്റ് കൊടുത്താൽ മതി. ഒരു നടനെ നമ്മൾ ആ ചാർട്ട് ചെയ്തു, നടനെ ചാർട്ട് ചെയ്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു 30 ദിവസം വേണ്ട നടൻ, 10 ദിവസം മതി. അപ്പം വാട്ട് യു ഡു ഇസ് ദാറ്റ് യു നെഗോഷിയേറ്റ് എ ഡെയിലി റേറ്റ്. അത് പ്രൊഡക്ഷൻ കൺട്രോളറും പ്രൊഡക്ഷൻ പ്രൊഡ്യൂസറോട് ചേർന്നിട്ട് ഒരു ഡെയിലി റേറ്റ് നെഗോഷിയേറ്റ് ചെയ്യുന്നു. ദാറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി മച്ച് ലോവർ ദാൻ ദി എൻറ്റയർ സാലറി ഓഫ് ദാറ്റ് പേഴ്സൺ. ആ ആൾക്കും നല്ലതാണ്, ബിക്കോസ് 10 ദിവസം നിങ്ങളുടെ പടത്തിൽ വന്ന് അഭിനയിച്ചിട്ട് ആ ആർട്ടിസ്റ്റിന് പോയിട്ട് വേറൊരു പടത്തിൽ അഭിനയിക്കാം, അല്ലെങ്കിൽ ഉദ്ഘാടനങ്ങൾ എടുക്കാം, അല്ലെങ്കിൽ വേറെ എവിടെയും മറ്റേ സ്റ്റേജ് ഷോസ് എടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചാർട്ടിങ്ങിന് മാത്രമേ നമ്മൾ മനസ്സിലാകൂ. അപ്പോൾ ചാർട്ട് ചെയ്ത് വരുമ്പം നിങ്ങൾക്ക് കിട്ടുന്ന എന്തുവാന്ന് വെച്ചാൽ എത്ര ദിവസം ഷൂട്ടുണ്ട്. മേക്ക് ഷുവർ ദർ ഇസ് എ ബഫർ. അതായത് ടൈറ്റ് പിടിച്ച്, ഞാൻ പറഞ്ഞ പോലെ 3 സീൻ നിങ്ങൾ എടുക്കുന്നു, നിങ്ങൾക്ക് ഒരു 90 സീൻ ഉണ്ടെന്ന് വിചാരിക്കുന്നു, 30 ദിവസം. അപ്പോൾ നിങ്ങൾ പറയുന്നത് നോക്കാം, 30 ദിവസം നമ്മൾ ഷൂട്ട് ചെയ്യുന്നു. ഈ 30 ദിവസം ഞാൻ മലയാളം ഇൻഡസ്ട്രിക്ക് ഇറ്റ്സ് 30 കണ്ടിന്യൂസ് ഡേയ്സ്, 6 to 9:30. 9:30ക്ക് ശേഷം വേറെ ബാറ്റയാണ്. ബാറ്റയുടെ ഡീറ്റെയിലിംഗ് ഞാനൊരു എപ്പിസോഡിൽ കവർ ചെയ്ത് തരാം. അപ്പം 6 to 9:30 30 ഡേയ്സ് ഷൂട്ടിംഗ് ആണ്. ഈ 30 ഡേയ്സിൽ ഒരു ബഫർ ഇടുക. ദ ബഫർ ഷുഡ് ബി ലൈക്ക് 2 ഡേയ്സ് ഒരു ബഫർ. അത് യൂട്ടിലൈസ് ചെയ്യരുത്, ബട്ട് ബഡ്ജറ്റിങ്ങിൽ അത് കൺസിഡർ ചെയ്യണം. ബഡ്ജറ്റ് ചെയ്യുമ്പം ഇത് കൺസിഡർ ചെയ്യുമ്പോൾ 2 ഡേയ്സോടെ ഷൂട്ടുണ്ട്. പക്ഷേ 30 ഡേയ്സിന് നിങ്ങൾ ക്യാപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ ചാർട്ട് ചെയ്ത് നമ്പർ ഓഫ് ഡേയ്സ്, ആർട്ടിസ്റ്റിൻ്റെ നമ്പർ ഓഫ് ഡേയ്സ്, ലൊക്കേഷൻസിൻ്റെ നമ്പർ ഓഫ് ഡേയ്സ്, ലൊക്കേഷൻ ഷിഫ്റ്റുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതനുസരിച്ചാണ് നമ്മൾ ബഡ്ജറ്റിങ്ങിലേക്ക് കയറുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർ ഇതനുസരിച്ച് ഒരു ബഡ്ജറ്റ്, റഫ് ബഡ്ജറ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് തരും. അതിന് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇരിക്കുക. ഡീറ്റെയിൽഡ് ആയിട്ട് ബഡ്ജറ്റിൽ ഇരിക്കുമ്പം മേക്ക് ഷുവർ യു ഹാവ് മിനിമം 3 people ഓൺ ദാറ്റ് മീറ്റിംഗ്. 1 you, 2 ദി പ്രൊഡക്ഷൻ കൺട്രോളർ, 3 ദി ഡയറക്ടർ. ഈ 3 പേരും കൂടി ഇരുന്നിട്ട് വേണം ചെയ്യാൻ വേണ്ടി. ഭൂരിപക്ഷം ഡയറക്ടേഴ്സിനും ബഡ്ജറ്റിങ്ങിനെ കുറിച്ച് വലിയ അറിവുകളില്ല. ബിക്കോസ് ഇവർ കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുമ്പം, മറ്റേ ടെക്നിക്കൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പം ദ ബഡ്ജറ്റ് ഈസ് നോട്ട് ഡീറ്റെയിൽഡ് കവേർഡ്. അവർ ടെക്നിക്കൽ സൈഡാണ് കൂടുതൽ അവരെ പഠിപ്പിക്കുന്നത്. ബട്ട് മൈ റെക്കമെൻഡേഷൻ ഇസ് ദാറ്റ് എ ഡയറക്ടർ ഷുഡ് നോ വാട്ട് ഈസ് എ ബഡ്ജറ്റ്, വാട്ട് ഗോസ് ഇൻ ടു എ ബഡ്ജറ്റ്, വേർ ദ കോസ്റ്റ് സെൻറ്റേഴ്സ് ആർ. കാരണം എൻഡ് ഓഫ് ദ ഡേ, as I told earlier, movie can become a hit in two circumstances. One is controlled cost. അതായത് നിങ്ങൾ 4 കോടിക്ക് ഒരു പടം എടുക്കാൻ ഇറങ്ങി, 3 കോടിക്ക് ആ പടം തീർത്തു. പടത്തിൻ്റെ സാറ്റലൈറ്റ്, OTT, മ്യൂസിക്, റീമേക്ക്, തിയേറ്ററിക്കൽ എല്ലാം കൂടി ഒരു 4 കോടി രൂപ ഉണ്ടാക്കി. സോ ഇറ്റ് മെയ്ഡ് എ 1 crore പ്രോഫിറ്റ്. ഹി വിൽ ബി നോൺ ആസ് എ ഹിറ്റ് ഡയറക്ടർ. ആസ് എ പ്രൊഡ്യൂസർ യു വിൽ ബി നോൺ ആസ് എ ഹിറ്റ് പ്രൊഡ്യൂസർ. പക്ഷേ ഈ 4 കോടിക്ക് നിങ്ങൾ എടുക്കാൻ ഇറങ്ങി 5 കോടി രൂപയായി പടത്തിന്. പക്ഷെ നിങ്ങൾക്ക് 4 കോടിയാണ് കിട്ടിയത്. ഞാൻ ഈ പറഞ്ഞ എല്ലാ സെയിലും കഴിഞ്ഞ് നിങ്ങൾക്ക് 4 കോടി കിട്ടുമ്പം യു വിൽ ബി നോൺ ആസ് എ ഫ്ലോപ്പ് ഡയറക്ടർ ആൻഡ് ഹി വിൽ ബി നോൺ ആസ് എ ഫ്ലോപ്പ് പ്രൊഡ്യൂസർ ആൻഡ് ഫ്ലോപ്പ് ഡയറക്ടർ. സോ ദർ ഇസ് 2 ways ഓഫ് ലുക്കിംഗ് അറ്റ് ഇറ്റ്. സോ ബഡ്ജറ്റിങ്ങിലിരിക്കുമ്പം ഈ ബഡ്ജറ്റിനോട് പോവുക, പ്രോപ്പർട്ടീസ് കവർ ചെയ്യുക, ഡയറക്ടറിൻ്റെ അടുത്ത് ചോദിക്കുക, ആർ യു ഹാപ്പി വിത്ത് ഇറ്റ്, ഇന്ന ഐറ്റംസ് ഇതിനകത്തുണ്ടോ. ഇപ്പോൾ ട്രെയിൻ സീക്വൻസ് വെച്ചിട്ടുണ്ടോ, ട്രെയിൻ സീക്വൻസ് ഒക്കെ വെക്കുമ്പം extra careful ആവുക സ്ക്രിപ്റ്റിൽ ട്രെയിൻ. ബിക്കോസ് ഇന്ത്യൻ റെയിൽവേസ് ഹാവ് ഇൻക്രീസ് ദ ചാർജസ്. 2 years ബാക്ക് കോവിഡ് കഴിഞ്ഞപ്പോൾ അവരുടെ ചാർജസ് എല്ലാം ഇൻക്രീസ് ചെയ്തു. A സൈറ്റ്, B സൈറ്റ്, C സൈറ്റ്, അതായത് എ ക്ലാസ് സ്റ്റേഷൻ, B ക്ലാസ് സ്റ്റേഷൻ, C ക്ലാസ് സ്റ്റേഷൻസിലുള്ള ഡിപ്പോസിറ്റ്സും ചാർജസും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഡിപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞാൽ 10 ലക്ഷം രൂപ നിങ്ങൾക്ക് ഡിപ്പോസിറ്റ് കൊടുത്താൽ ഷൂട്ട് കഴിഞ്ഞ് ആപ്ലിക്കേഷൻ ഇട്ടാൽ 6 മാസം കഴിയാതെ നിങ്ങൾക്ക് ആ പൈസ തിരിച്ചു കിട്ടത്തില്ല. എന്തെങ്കിലും വിയർ ആൻഡ് ടിയർ ഉണ്ടെങ്കിൽ ഡിപ്പോസിറ്റിൽ നിന്ന് അവർ കട്ട് ചെയ്യും. ഷൂട്ടിംഗ് എക്സ്പെൻസ് ഭയങ്കര ഹൈ ആണ്. സോ ദീസ് തിങ്സ് ഷുഡ് ബി കൺസിഡേർഡ്. ഇപ്പം 1 മണിക്കൂർ 2 മണിക്കൂർ ട്രെയിൻ എടുക്കാനുണ്ടെങ്കിൽ ഏതെങ്കിലും സെറ്റ് ഇട്ട സ്ഥലത്ത് പോവുക, ഇല്ലെങ്കിൽ രാമോജി ഫിലിം സിറ്റിയിൽ പോവുക. ലുക്കിംഗ് അറ്റ് ദി കോസ്റ്റ് ഫാക്ടർ, റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്. അതായത് നിങ്ങൾ ഈ ചാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേകതയുള്ളതെന്ന് വെച്ചാൽ, ബുദ്ധിയുള്ള അസോസിയേറ്റ് ഡയറക്ടർ ആണെങ്കിൽ ദേ വിൽ ഗിവ് യു ആൾട്ടർനേറ്റീവ്സ്. അതായത് നിങ്ങൾക്കൊരു ട്രെയിൻ സീക്വൻസ് ഉണ്ട്, ട്രെയിനിൽ പോകുമ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് മറിഞ്ഞതെന്ന് നിങ്ങൾക്ക് നോക്കണം. അത് ട്രെയിൻ പാസ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലൊരു ഷോട്ട്. ഈ ഷോട്ട് ട്രെയിനിൽ നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ, ട്രെയിനെ അറിയാവുന്ന ഇലക്ട്രിഫിക്കേഷൻ ചെയ്തതാണ്. ഡ്രോണൊക്കെ റൺ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
The same shot you can do with multi-trailer containers. അതായത് രണ്ട് കണ്ടെയ്നർ അറ്റാച്ച് പോകുന്ന ട്രെയിലർ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ട്രെയിലറിലേക്ക് ഈ സീൻ സ്ക്രീൻ പ്ലേ നിങ്ങൾ മാറ്റുവാണെങ്കിൽ യു ക്യാൻ സേവ് കോസ്റ്റ്. ആ ട്രെയിനിനും കൊടുക്കുന്ന ഡെപ്പോസിറ്റും അതിൻ്റെ ട്രാവലും അതിൻ്റെ നൈറ്റ് ഷൂട്ടും അതിൻ്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒഴിവാക്കി നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഒന്ന്, ദ സ്കോപ്പ് ഓഫ് ദി ക്യാമറ വർക്ക് വിൽ ഇൻക്രീസ്. അതായത് ഒരു DOPക്ക് ഒരു ഡ്രോൺ എടുത്തിട്ട് ഈ ട്രക്കിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ കറക്കി ഈ കണ്ടെയ്നറിൻ്റെ മേളിൽ കൂടെ കറക്കി തിരിച്ച് കറക്കി കൊണ്ടുവരാൻ പറ്റും. ബിക്കോസ് ഇറ്റ് ഡസ് ഇൻ എ കൺട്രോൾഡ് എൻവയൺമെൻറ്റ്. ട്രെയിൻ എന്ന് പറയുമ്പം നിങ്ങൾ ട്രെയിൻ അല്ലല്ലോ എടുക്കുന്നത്, റണ്ണിങ് ട്രെയിനാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഡസൻ വർക്ക് ഔട്ട് ലൈക്ക് ദാറ്റ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ചാർട്ടിങ് സമയത്താണ് നമ്മളത് മനസ്സിലാക്കിയെടുക്കുന്നതും ആൾട്ടർനേറ്റീവ്സിൽ വർക്ക് ചെയ്യുന്നതും പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് നമ്മൾ കുറയ്ക്കുന്നതും. ഓൾവേസ് റിമെമ്പർ, 1 rupees saved in production is equals to 4 rupees you want to make in theatre. അതായത് ഇതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു കണക്കുണ്ട്. അത് ഞാനൊരു ഡീറ്റെയിൽ ബ്രേക്കപ്പ് എപ്പിസോഡ് നിങ്ങൾക്ക് ചെയ്തു തരാം. അതായത് 100 രൂപ ടിക്കറ്റ് ഒരു തിയേറ്ററിൽ വിൽക്കുമ്പം എത്ര രൂപയാണ് ഒരു പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ എത്തുന്നതെന്നുള്ളത്. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത് 1 rupees you save in a production is equals to 4 rupees you make in the theatres. So this is about charting. So now you have a charting ചെയ്ത് നിങ്ങൾക്കൊരു റഫ് ബഡ്ജറ്റ് കിട്ടി, ഒരു സാധനം നിങ്ങൾക്ക് കിട്ടി. ഇനിയാണ് നിങ്ങൾ ബഡ്ജറ്റിങ്ങിലേക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ ബഡ്ജറ്റിംഗ്. ഈ ഡീറ്റെയിൽ ബഡ്ജറ്റിംഗ് നിങ്ങൾക്ക് സ്പെസിഫിക് ബഡ്ജറ്റിംഗ് കിട്ടണമെങ്കിൽ യു ഹാവ് ടു എൻ്റർ ഇൻ ടു പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജ് ആൻഡ് പ്രൊഡക്ഷൻ സ്റ്റേജ്. അതിനു മുമ്പ് നിങ്ങൾ വിളിക്കാനുള്ള ആൾക്കാരെ വിളിച്ച് സംസാരിക്കണം. അതായത് യൂണിറ്റ്, ക്യാമറ, എത്ര ക്യാമറ ഏതൊക്കെ ഇതിൽ വേണം. അതായത് നിങ്ങൾ 30 ദിവസം ഒരു സ്റ്റാൻഡേർഡ് പടം ഷൂട്ട് ചെയ്യാൻ നടക്കും. അതിനകത്ത് നിങ്ങൾക്ക് ഒരു റണ്ണിങ് സീനുണ്ട്, തെരുവിൽ കൂടെ ഓടുന്ന സീനുണ്ട്, അല്ലെങ്കിൽ ഒരു ഫൈറ്റ് സീനുണ്ട്. ഇങ്ങനെയുള്ളിടത്ത് ചിലപ്പം ഡബിൾ ക്യാമറ യൂസ് ചെയ്യേണ്ടി വരും. കാരണം അത് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി, പെട്ടെന്ന് സീൻ എടുത്ത് പോകാൻ വേണ്ടി. എസ്പെഷ്യലി തിരക്കുള്ള ഒരു തെരുവിൽ നിങ്ങൾ എടുക്കുമ്പം 2 ക്യാമറ യൂസ് ചെയ്ത് എടുക്കുമ്പം ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒറ്റ ഷോട്ടിൽ തന്നെ കാര്യങ്ങൾ എടുത്ത് പോകാം, 2 ആംഗിളിൽ കിട്ടുകയും ചെയ്യും. പക്ഷെ അത് മനസ്സിലാക്കുന്ന ചാർട്ടിങ്ങിലാണ്. അതായത് ഫൈറ്റ് സീൻ 25, 26 നമുക്ക് ഡബിൾ ക്യാമറ വേണം. അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾ ആ 2 ദിവസത്തേക്ക് മാത്രം നിങ്ങൾ ക്യാമറ എടുത്താൽ മതി. 27-ാം തീയതി നിങ്ങൾക്ക് ഒരു നൈറ്റ് സീന്, നിങ്ങൾക്കൊരു മൂൺ സീനുണ്ട്, മൂണിൻ്റെ ലൈറ്റിംഗ് ഉള്ള സീനുണ്ട്. ആ ദിവസത്തേക്ക് മാത്രം ആ സ്പെഷ്യൽ ലൈറ്റ്സ് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. യൂണിറ്റിൽ പറയുമ്പം വളരെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും. അതായത് എനിക്ക് ഗിംബാൽ ഇന്ന ദിവസം വേണം, എനിക്ക് ഡബിൾ ക്യാമറ ഇന്ന ദിവസം വേണം, എനിക്ക് ഇന്ന ലെൻസ് ഇന്ന ദിവസം വേണം. ഇങ്ങനെയുള്ള കാര്യം വൈഡ് ആംഗിൾ ഷോട്ട് എടുക്കുമ്പോൾ മാത്രം വൈഡ് ആംഗിൾ ലെൻസ് എടുക്കുക. ബിക്കോസ് എൻഡ് ഓഫ് ദ ഡേ എവറിത്തിങ് ഇസ് കോസ്റ്റ്. കാരണം ഇതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ്, ഇതിൻ്റെ യൂണിറ്റ് കോസ്റ്റ്, ഇതിൻ്റെ പേഴ്സൺ ഹു കം വിത്ത് ഇറ്റ്, എല്ലാം കോസ്റ്റാണ്. അപ്പോൾ ഈ ചാർട്ടിങ് സമയത്ത് ആണ് നിങ്ങൾ ചാർട്ട് ചെയ്ത് ബഡ്ജറ്റ് ചെയ്യുമ്പം ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ളത് ഒരു റഫ് ബഡ്ജറ്റാണ്. ഇത് നിങ്ങൾ ഡീറ്റെയിൽ ബഡ്ജറ്റ്, സ്പെസിഫിക് ബഡ്ജറ്റ് ആക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് I will cover in the next episode. So now winding up now. So thank you very much. Questions I will detail cover it because ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരു എപ്പിസോഡിന് ഒരു ക്വസ്റ്റ്യൻ തന്നെ ഒരു എപ്പിസോഡിനുള്ള ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ബട്ട് I will detail cover it in detail. താങ്ക് യു വെരി മച്ച്. ഇതുവരെ ഞാൻ കവർ ചെയ്ത ടോപ്പിക്സ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I extremely thank all the subscribers, all the love you have offered to us. Definitely ഇത് എൻ്റെ ചാനൽ. അത് കൂടാതെ there's a company channel, Macro Motion Pictures, Insta, Facebook, Twitter, X platform, YouTube, ഇതെല്ലാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. all the latest informations are there. ഒരുപാട് പേര് ചാൻസ് ചോദിക്കുന്നുണ്ട്. only thing I want to tell you guys, ഞാൻ ആൾക്കാരുടെ പ്രൊഫൈൽ എടുത്ത് വെക്കാറില്ല. പ്രൊഫൈൽ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. വി ഹാവ് എ സിസ്റ്റം വേർ വി മെയിൻറ്റെയിൻ ദ പ്രൊഫൈൽ. അത് ആക്ടേഴ്സ് അവസരം ചോദിക്കും, ടെക്നീഷ്യൻസ് അവസരം ചോദിക്കും, സ്റ്റോറി ടെല്ലേഴ്സ് ചോദിക്കും. ഓൾ ദ ഗൈസ് ഐ വിൽ ടേക്ക് ദ പ്രൊഫൈൽ ആൻഡ് കീപ്പ് ഇറ്റ്. ബട്ട് സ്റ്റോറി ടെല്ലേഴ്സ് ആൻഡ് അതർ ഗൈസ് ഐ വോണ്ട് ടു ടെൽ യു ഇസ് ദാറ്റ് യു സെൻഡ്, അതായത് ഈ സാധനം നിങ്ങൾ അയക്കുന്നത് സ്പെസിഫിക് ആയിട്ട് ഒരു റിക്വസ്റ്റ് വരുമ്പോൾ മാത്രം അയക്കുക. ബിക്കോസ് ഇറ്റ് വിൽ ബി ലോസ്റ്റ് ഇൻ ഇമെയിൽസ്. എൻ്റെ മാത്രമല്ല, പല പ്രൊഡക്ഷൻ ഹൗസും ലോസ്റ്റ് ഇൻ ഇമെയിൽസ് ആയിരിക്കും. കാരണം അത്രയ്ക്ക് കണ്ടന്റ് വരുന്നുണ്ട്. ഒരാഴ്ച ഒരു ആവറേജ് തൊട്ട് 50 സ്റ്റോറീസും 50 സ്ക്രിപ്റ്റ്സും ഒക്കെ ആൾക്കാർ അയക്കാറുണ്ട്. മീൻസ് അതായത് പറയാൻ ശ്രമിക്കാറുണ്ട്. ബി സ്പെസിഫിക്. സ്റ്റോറി എടുക്കും, ബട്ട് ഇറ്റ്സ് ബേസ്ഡ് ഓൺ സ്പെഷ്യൽ റിക്വയർമെൻറ്റ്സ്. അത് ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ അനൗൺസ് ചെയ്യാറുണ്ട്. സ്റ്റോറി എടുക്കുമ്പോഴും സ്ക്രിപ്റ്റ് എടുക്കുമ്പോഴും
ഒക്കെ അനൗൺസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആർട്ടിസ്റ്റ്, ടെക്നീഷ്യൻസ് ആൻഡ് ഓൾ ദോസ് ടീം യു ക്യാൻ സെൻഡ് യുവർ പ്രൊഫൈൽ. ഞങ്ങളത് റിട്ടൈൻ ചെയ്യും. ഓഡിഷൻ ഡേറ്റ്സ് അനൗൺസ് ചെയ്യുമ്പോൾ നിങ്ങളെ വിളിക്കും. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ വരിക, ഇല്ലെങ്കിൽ യു വിൽ ബി കോൾഡ് ഔട്ട് അഗെയിൻ. ഇതാണ് ഞങ്ങളുടെ ഒരു സിസ്റ്റം. സോ താങ്ക് യു വെരി മച്ച് ഫോർ ഓൾ ദ സപ്പോർട്ട്. സബ്സ്ക്രൈബ് ടു ദ ചാനൽ, ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ്. അടുത്ത എപ്പിസോഡിന് കാണാം. ദെൻ വി ആർ ഗോയിങ് ടു ഡീറ്റെയിൽ അബൌട്ട് ദി ബഡ്ജറ്റ് ആൻഡ് ദ പ്രീ പ്രൊഡക്ഷൻ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്രൂഷ്യൽ സ്റ്റേജ് ബിഫോർ ദി പ്രൊഡക്ഷൻ. ദ ബെസ്റ്റ് പ്രീ പ്രൊഡക്ഷൻ വിൻസ് ഹാൻഡ്സ് ഡൗൺ അബവ് ദി പ്രൊഡക്ഷൻ. അതിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരാൾ എഴുതി ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴാണ് കാര്യം പറയുന്നത്. അതായത് സ്ക്രിപ്റ്റ് സ്റ്റോറി. ഞാൻ പറഞ്ഞിരുന്നു ഒരു എപ്പിസോഡിൽ ഈ സ്ക്രിപ്റ്റ് സ്റ്റോറിക്കാരെ കുറിച്ച് ഞാൻ പറയാം, എങ്ങനെയാണ് ഒരു പ്രൊഡക്ഷൻ ഹൗസിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് പറയാമെന്ന് പറഞ്ഞു. അത് ഡെഫിനറ്റ്ലി ഞാനൊരു എപ്പിസോഡിൽ കവർ ചെയ്ത് തരാം. സോ ഇറ്റ് മേക്സ് യുവർ ലൈഫ് ഈസിയർ ടു ടാർഗറ്റ് ദി പ്രൊഡക്ഷൻ ഹൗസസ്. ബിക്കോസ് സംബഡി ഹു ഇസ് കമ്മിങ് ഫ്രം എ നോർമൽ ബാക്ക്ഗ്രൗണ്ട്, അതായത് ഒരു സാധാരണപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ കയറി പറ്റണമല്ലോ. സോ അത് എങ്ങനെയാണെന്നുള്ള കാര്യം, ഐ എം നോട്ട് ടോക്കിംഗ് ദ ഈസിയസ്റ്റ് റൂട്ട്, ഐ എം ടോക്കിംഗ് ഹൗ ടു ഗെറ്റ് ഇൻ ടു ദി ഇൻഡസ്ട്രി, വാട്ട് ആർ ദി ഓപ്ഷൻസ് അവൈലബിൾ. ഇത് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. ദി എഫേർട്ട് ഈസ് യുവേഴ്സ്. ദെയർ എ സേയിങ് ഇൻ ഇംഗ്ലീഷ്, കുതിരേനെ നമുക്ക് വെള്ളത്തിനടുത്ത് വരെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ, വെള്ളം കുടിക്കേണ്ടത് കുതിരയാണ്. So anyway, thank you very much guys. Thank you for subscription. Thank you very much. See you in the next episode.